ഗണേഷ് കുമാർ വേഴ്സസ് സുകുമാരൻ നായർ എന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പാവം പിടിച്ച സാധാരണക്കാരായ നായർ കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച കൊണ്ടുവരൂ. നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. കോടതികൾ ദയവ് ചെയ്ത് കേസ് പരിഗണിക്കുക. ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജഡ്ജ്മെന്റ് കോവിൽ പോയി ഇങ്ങനെ ഒരു വിശേഷാൽ പൂജ നടത്തിയിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള കേസുകൾ കോടതി പരിഗണിക്കാനായി ക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും നടത്തി NSS സംരക്ഷണ സമിതി. കോട്ടയം ചെറുവള്ളിക്കാവ് ജഡ്ജി അമ്മാവൻ കോവിലിലാണ് ഇത്തരത്തിൽ പ്രത്യേക പൂജയും വഴിപാടുകളുമൊക്കെ നടത്തിയിരിക്കുന്നത്. NSSനെതിരെയുള്ള കേസുകൾ ഓഗസ്റ്റ് 18 ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ NSS സംരക്ഷണ സമിതിയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള രാജ്മോഹൻ കൈമളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തിയിരിക്കുന്നത്. ഈ മുൻ മന്ത്രി KB ഗണേഷ് കുമാർ അദ്ദേഹം ഞങ്ങളുടെ ഈ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ എന്ന പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 87 പ്രാവശ്യമൊക്കെ ഒരു കേസ് പരിഗണിക്കാതെ മാറ്റിവെക്കുക. അതായത് ആ കേസൊന്ന് പരിഗണിച്ചിട്ട് വാദം കേൾക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇനി ഞങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം വിശ്വാസികളായതുകൊണ്ട് ഈ ദൈവവിശ്വാസത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പല പ്രശസ്തരും പല പ്രശസ്ത സിനിമാ താരങ്ങളും ഒക്കെ തന്നെ ഈ ജഡ്ജിമാവൻ കോവിൽ പോയി അവരുടെ കേസുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും പൂജകൾ നടത്തുന്നതും വഴിപാട് നടത്തുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ശ്രമം ആ ഭാഗത്ത് നിന്ന് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, അപ്പം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കുറവ് വരരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പൂജ ഇന്നലെ നടത്തിയത്. അവിടെ അടവഴിപാട് നടത്തിയിട്ടുണ്ട്, അതുപോലെ കുങ്കുമാഭിഷേകം നടത്തിയിട്ടുണ്ട്. ജനങ്ങൾ നീതി പ്രതീക്ഷിക്കുന്ന അവസാന അത്താണിയാണ് കോടതികൾ. ആ കോടതികൾ ദയവ് ചെയ്ത് കേസ് പരിഗണിക്കുക. ഇത് ഇരട്ട നീതിയാണ്. അതായത് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള കേസ് സെയിം ഡിൻ നമ്പറിൻ്റെയും അതുപോലെ തന്നെ ബൈലോ ജനാധിപത്യ വിരുദ്ധമായ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള കേസുകളാണ് അദ്ദേഹത്തിനെതിരെ വിധിച്ചതും അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തത്. സെയിം എല്ലാ എഫക്റ്റുമുള്ള ആ എല്ലാ ഘടകങ്ങളും ബാധകമായ കേസാണ് ഇദ്ദേഹത്തിനെതിരെയുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ കേസ് പരിഗണിച്ചാൽ അദ്ദേഹത്തിനെതിരെ വിധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഒരു ഡിലേഡ് ആണ്, ജസ്റ്റിസ് ഡിലേഡ് ആണ്. ദർ ഇസ് നോ ഡൗട്ട് ഫോർ ദാറ്റ്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. ഡിലേഡ് ആണ്, ബട്ട് ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജഡ്ജ്മെന്റ് കോവിൽ പോയി ഇങ്ങനെ ഒരു വിശേഷാൽ പൂജ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും നാളെ 18 ഓഗസ്റ്റിന് ഞങ്ങളുടെ ഈ കേസുകൾ പരിഗണിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ NSS സംരക്ഷണ സമിതി പല സ്ഥലങ്ങളിലും NSS ജനറൽ സെക്രട്ടറിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുമ്പോഴും NSSൻ്റെ താലൂക്ക് യൂണിയനുകൾ NSS ജനറൽ സെക്രട്ടറി ശ്രീ G സുകുമാരൻ നായർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെയാണല്ലോ. ഈ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ NSSൻ്റെ പെയ്ഡ് സ്റ്റാഫാണ്, സാലറി വാങ്ങിക്കുന്ന സ്റ്റാഫാണ്. അത് പലരും 10, 27, 30 വർഷമായിട്ടൊക്കെ അതേ സ്ഥാനത്തിരിക്കുകയാണ്. ആ ആശ്രിതർ എഴുതിയൊരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് ഇത് ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയല്ല, താലൂക്കിന് പ്രമേയം പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല. സത്യം പറഞ്ഞാൽ പാവം പിടിച്ച നായർ തീരെ താഴത്തിട്ടുള്ള ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത്, അല്ലാതെ മണിമേടകളിൽ ഇരിക്കുന്ന നായന്മാർക്ക് വേണ്ടിയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിനിധി സഭകളിലോ ഡയറക്ടർ ബോർഡിലോ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ഞങ്ങൾ ഈ സമരം, ഞങ്ങളുടെ ശക്തമായ സമരം പോകുന്നത് സാധാരണക്കാരയോ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. പലർക്കും തറയില്ലാത്ത മേളിൽ ഷീറ്റിട്ട് വിരിച്ച് ഈ പുന്തും മഴയത്ത് ജീവിക്കുന്ന ഒരുപാട് നായന്മാരുണ്ട്. ഞങ്ങളുടെ NSS സംരക്ഷണ സമിതിയിൽ മുമ്പോട്ട് വെക്കുന്ന ഒരു ഫോർമുല തന്നെ ഇതാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള വളരെ ദയനീയ സ്ഥിതിയിൽ ജീവിക്കുന്ന നായന്മാർക്ക് ഈ OBCക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള EWS ആനുകൂല്യങ്ങൾ നൽകണം. അവർക്ക് ഇപ്പോൾ വിദേശ പഠനത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന് വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇതൊക്കെ ഇവർക്കും അർഹതപ്പെട്ടതാണ്, അത് അവർക്ക് കൊടുക്കണമെന്നുള്ള കാര്യമാണ് വരുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഡിൻ നമ്പർ ഇല്ലാത്ത 70 വയസ്സിൽ കൂടി ഒരാൾക്ക് ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ആ സത്യം നിലനിൽക്കെ ഈ കേസ് പരിഗണിച്ചാൽ അദ്ദേഹം പുറത്തു പോകും. ഇത് സത്യമാണ്. അപ്പോൾ ഈ കേസ് ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് ഗണേഷ് കുമാർ വേഴ്സസ് സുകുമാരൻ നായർ എന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പാവം പിടിച്ച സാധാരണക്കാരായ നായർ കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച കൊണ്ടുവരൂ. നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ ഒരു നിമിഷമെങ്കിലും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ നായർ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ പ്രൊഫസർ VP ഹരിദാസ്, പ്രൊഫസർ ഡോക്ടർ CR വിനോദ് കുമാർ, ഡോക്ടർ ബ്രിഗേഡിയർ മോഹൻപിള്ള, പ്രൊഫസർ MR ഉണ്ണി, MG യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആയിരുന്ന ആളാണ്, ഈ NSSൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്, എഡ്യൂക്കേഷൻ സെക്രട്ടറി, അഡ്വക്കേറ്റ് TKG നായർ. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കോടതികളിലെ സ്ഥിരമായിട്ട് ഈ വ്യവഹാരം ഇതിനു വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്ന വ്യക്തി. പിന്നെ വിംഗുമായിട്ട് അഡ്വക്കേറ്റ് അനിൽ മല്യത്ത്, അദ്ദേഹം ആർമിയുടെ അഡ്വക്കേറ്റ് ജനറൽ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി കോടതികളിൽ ഹാജരായിരുന്ന ആളാണ്. അതുപോലെ ശ്രീ അയർക്കുന്ന രാമൻ നായർ, നിങ്ങൾക്കറിയാം, ദേവസ്വം ബോർഡിന് ദീർഘകാലം PRO ആയിരുന്ന. ഈ എല്ലാ വിഷയങ്ങളും ആളുകളാണ് ഈ NSS സംരക്ഷണ സമിതിയുടെ തലപ്പത്തുള്ളത്. യെസ്, അങ്ങനെ ഒരു വലിയ ഒരു ഇന്റലക്ച്വൽ ബോഡിയാണ് ഇത് നയിക്കുന്നത്. ഞാൻ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ പ്രചാരകനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഈ NSS സംരക്ഷണ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഒന്നാമത്തെ ആവശ്യം
പ്രിയപ്പെട്ട അപ്പൂപ്പൻ്റെ, ഞങ്ങളുടെ മന്നത്തെ അപ്പൂപ്പൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യജീവികൾക്കും, അദ്ദേഹത്തിന് നായയെ ഭയമാണെന്നറിയാം, പോട്ടെ നായയെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മിനിമം അവിടെ പ്രവേശിക്കാനും പുഷ്പാർച്ചന നടത്താനുമുള്ള അനുമതി നൽകണം. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ഇതിലേക്കായി ഞങ്ങളൊരു കത്ത് നൽകുന്നുണ്ട്. ഈ വരുന്ന 20-നും 24-നും ഇടയ്ക്ക് ഞങ്ങൾക്ക് അവിടെ പുഷ്പാർച്ചന നടത്താനുള്ള അനുവാദം തരാൻ വേണ്ടി ഞങ്ങൾ ഒഫീഷ്യൽ ലെറ്റർ അയക്കുന്നുണ്ട്. NSS സംരക്ഷണ സമിതി NSS സംരക്ഷണ സമിതി ഞങ്ങൾ ഒഫീഷ്യൽ ലെറ്റർ അയക്കുന്നു. ഈ ലെറ്റർ പ്രകാരം നിങ്ങൾ അനുമതി തരൂ. ഞങ്ങൾ അവിടെ നിങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അനാവശ്യമായ രംഗങ്ങൾ സൃഷ്ടിക്കുവാനോ അല്ല വരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ ജന്മസിദ്ധമായ അവകാശം, നായരായി ജനിച്ചു പോയ ഓരോ വ്യക്തിയുടെ അവകാശമാണ് അവിടെ വന്ന് പുഷ്പാർച്ചന നടത്തുക എന്നുള്ളത്. ആ അവകാശം ഞങ്ങൾക്ക് തരൂ. അല്ലാതെ അതിന് നിങ്ങളൊരു സമയം നിശ്ചയിച്ചാലും കുഴപ്പമില്ല, ദിവസം നിശ്ചയിച്ചാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ മണ്ഡലകാലത്തല്ലേ അയ്യപ്പനെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ മലയാള മാസം 1-ാം തീയതി കാണാം, അങ്ങനെയും ഞങ്ങൾ വരാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ധാർഷ്ട്യം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ മന്നത്തപ്പൂപ്പനെ പുഷ്പാർച്ചന നടത്താൻ പറ്റൂ എന്ന് പറയുന്ന ആ ധാർഷ്ട്യത്തെ അംഗീകരിക്കാൻ നായർ സംരക്ഷണ സമിതി തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ അപേക്ഷ മുന്നോട്ട് വെക്കുന്നു. ഞങ്ങൾക്ക് അവിടെ വന്ന് പുഷ്പാർച്ചന നടത്താനുള്ള അവസരം തരിക. ഒരു പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പോരാട്ടം സത്യസന്ധമാണ്, നീതിയുക്തമാണ്, ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതിന് റിസൾട്ട് വരുന്നത് വരെ ആ പോരാട്ടം മുന്നോട്ട് പോകും. നായർ സംരക്ഷണ സമിതി അതിന് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് ഏത് തടസ്സങ്ങൾ വന്നാലും ഞങ്ങൾ മുമ്പോട്ട് പോകും. ജനാധിപത്യപരമായി തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുവാനോ ഉള്ള ആർജവത്തെ ഇല്ലാതാക്കുക, ഭയപ്പെടുത്തുക. ഉദാഹരണം ഞാൻ പറഞ്ഞ അനൂപ് ചന്ദ്രൻ്റെ പെങ്ങളെ ഭയപ്പെടുത്തി കഴിയുമ്പം അങ്ങനെ ബന്ധത്തിൽപ്പെട്ട ജോലി ചെയ്യുന്ന എല്ലാവരും ഉണ്ടായിരിക്കും. ഇത്തരം ഭയപ്പെടുത്തലും പേടിപ്പിക്കലും വിരട്ടലും ഒന്നും നായർ സംരക്ഷണ സമിതിയോട് വേണ്ട. ഞങ്ങൾ ആരും നിങ്ങളുടെ അച്ചാരം വാങ്ങിയല്ല ജീവിക്കുന്നത്. ഞങ്ങൾ ശക്തമായി നിയമപരമായും സത്യസന്ധമായും പോരാടും. എന്താണെങ്കിലും ഓഗസ്റ്റ് 18-ാം തീയതി NSSനെതിരെയുള്ള കേസുകൾ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ചെറുവള്ളിക്കാവ് ജഡ്ജി അമ്മാവൻ കോവിലിൽ NSS സംരക്ഷണ സമിതി വഴിപാടുകൾ നടത്തിയത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.